എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇതുവരെ നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും നൽകിയ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്തായാലും ന്യൂ ഇയർ പ്രമാണിച്ച് 1-ാം തീയതിയായിട്ട് ഐശ്വര്യമായി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബിരിയാണി മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ മധുരവും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അധികം ചേരുവകളൊന്നുമില്ലാതെ നൊസ്റ്റാൾജിക്കായ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ്. ബീഫ് കൂടുതൽ കഴിച്ചാൽ അല്ലെങ്കിൽ ചോറ് കൂടുതൽ കഴിച്ചാൽ തടി കൂടുമെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ശരിയൊക്കെ തന്നെയാണ്. അതിന് നമ്മൾ കുറച്ച് നേരം എക്സസൈസുകൾ ചെയ്താൽ മതി. തടി കൂടും എന്നോർത്തിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് വല്ലാത്ത നഷ്ടം തന്നെയാണ്. ഇവിടെ ബിരിയാണിക്ക് വേണ്ടി 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നല്ല പോലെ കഴുകി വെള്ളം കളഞ്ഞെടുക്കണം. ഒരു കുക്കറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി വേവാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാൻ എടുക്കണം. 4 തക്കാളി, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 8 പച്ചമുളക്, 1 കപ്പ് ബദാം കുതിർത്തെടുത്തത്, 1 കപ്പ് തൈര്, 1/4 കപ്പ് നാരങ്ങാനീര്, കുറച്ച് പുതിന മല്ലിയില. ആദ്യം ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് കാഷ്യൂവും കിസ്മിസും ആദ്യം നമുക്ക് വറുത്ത് കോരിയെടുക്കണം. ഇനി ഈ സവാളയിൽ നിന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കൂടുതൽ വേണേ. ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ആക്കി കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ബാക്കിയുള്ള സവാള ഇട്ട് വഴറ്റിയെടുക്കണം. വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇനി തക്കാളി ഇടാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി തൈര്, നാരങ്ങനീര് ഇവ ഒഴിച്ചു കൊടുക്കാം. ഇലകളെല്ലാം ഇട്ട് നല്ല പോലെ ഇളക്കി 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് ഇതിൽ നിന്ന് 1 കപ്പ് സ്റ്റോക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനാണ്. നമ്മൾ ബീഫ് വേവാൻ വെച്ചപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നില്ലേ? കൂടെ ഇത് വേവുമ്പോൾ നല്ലവണ്ണം വെള്ളം ബീഫിൽ നിന്ന് വരികയും ചെയ്യും. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബദാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്നും കുറച്ച് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനുള്ള റൈസ് ശരിയാക്കിയെടുക്കാം. ഞാൻ 1 കിലോ ജീരകശാലയാണ് എടുത്തിരിക്കുന്നത്. അരി നല്ലവണ്ണം കഴുകി ഊറ്റിയെടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടിയാണ് നമുക്ക് വെള്ളം എടുക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിൽ നിന്ന് മാറ്റണം. കാരണം 1 കപ്പ് സ്റ്റോക്ക് ഒഴിക്കാനുള്ളതാണ്. ഈ വെള്ളത്തിലേക്ക് ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലപോലെ ഇളക്കി പതക്കാനായി മൂടി വയ്ക്കാം. വെള്ളം നല്ലപോലെ പതച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ച സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല രുചിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ റൈസിന്. ഇനി നമുക്ക് 1 നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി വേവാനായി മൂടി വയ്ക്കാം. നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ദമ്മിടുന്ന പാത്രത്തിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സവാള, ക്യാരറ്റ്, പുതിനയില, മല്ലിയില, കാഷ്യൂ, കിസ്മിസ് ഇവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കണം. നേരത്തെ ഇട്ട പോലെ ഇതിൻ്റെ മുകളിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് ദം ചെയ്യാനായി അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് റെസിപ്പി ചെയ്യാം. വീണ്ടും തടി കൂടും, മധുരമാണ്. ഇത് കോൺഫ്ലവർ പുഡിംഗ് ആണ്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇതിന് വേണ്ട സാധനങ്ങൾ: മുട്ട 2 എണ്ണം, പഞ്ചസാര 1/4 കപ്പ്, കോൺഫ്ലവർ 1 കപ്പ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 2 കപ്പ്. പശുവിൻ്റെ പാലും എടുക്കാം കേട്ടോ. ഞാൻ 2ലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നെയ്യ് 1 ടീസ്പൂൺ. ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് പഞ്ചസാര, കോൺഫ്ലവർ ഇവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. തരിയൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മളൊരു പാത്രം നല്ലപോലെ നെയ്യ് തേച്ച് മാറ്റി വയ്ക്കണം. ഇത് സ്റ്റവിൽ വെച്ച് നല്ലപോലെ കാച്ചി കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നെയ്യ് തേച്ച് വെച്ച പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കോൺഫ്ലവർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവർ ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം.